അപ്പോൾ ഈ 65,000 ഫുൾ കമ്പനി സർവീസ് ആണോ? ഫുൾ കമ്പനി സർവീസാണ്. ലാസ്റ്റ് ഇപ്പോൾ ഒരു 1000 കിലോമീറ്റർ മുന്നേ ലാസ്റ്റ് സർവീസും ചെയ്തിട്ടുണ്ട് വണ്ടി. ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ. അപ്പോൾ അടുത്ത വർഷം 4 മാസം വരെ അണ്ടർ വാറണ്ടിയിലാണ്. വാറണ്ടിയുള്ള വാഹനമാണ്. അതെ. 2025 8 മാസം വരെ വാറണ്ടി ലഭിക്കുന്ന കമ്പനി വാറണ്ടിയുള്ള വാഹനമാണ്. മേജറായിട്ടുള്ള എന്ന് പറയുന്നത് ഈ അപ്രോൺ കൂട്ടുക, ചേസ് കൂട്ടുക, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. മേജർ എന്ന് പറയുന്നത് അതായത് 21 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. പെട്രോൾ ടർബോ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം എറണാകുളം ജില്ലയിൽ വെച്ചിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്ന ഷോറൂം നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രീമിയം വാഹനങ്ങളുടെ വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയ്ൻസ് മോട്ടോഴ്സ് ആണ്. ഹെയ്ൻസ് മോട്ടോഴ്സ് കാക്കനാട്. അപ്പോൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം. നമുക്ക് ഇവിടുത്തെ സെയിൽസ് സ്റ്റാഫിനെ സ്വാഗതം ചെയ്യാം. ഹായ്, എന്താ പേര്? ജിലിൻ. അതെ. എന്താ ഇവിടെ സെയിൽസ് എങ്ങനെയാണ്? ഇവിടെ സെയിൽസും ഫിനാൻസും ആണ് നോക്കുന്നത്. ഓക്കെ, രണ്ടും ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ രണ്ടിനെ പറ്റി അറിയാം. എന്തായാലും അതൊക്കെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്തായിട്ട് അല്ലെങ്കിൽ കുസുമഗിരി ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഓക്കെ. ഈ റോഡ് ഏതാ റൂട്ട് വരുന്നത് കറക്റ്റ്? ഇത് കാക്കനാട് എടച്ചിറ റൂട്ടാണ്. ഇതാണ് എക്സാക്ട് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഒരു മിഡിൽ ബഡ്ജറ്റ് റേറ്റുള്ള വാഹനങ്ങളാണ് അല്ലേ? അതെ. ഓക്കെ. പ്രീമിയത്തിൻ്റെ കാറ്റഗറി വേറെ ഉണ്ടല്ലേ? അത് നമുക്കൊരു നെറ്റ്വൂരിൽ പ്രീമിയം സെഗ്മെന്റ് വണ്ടികളുടെ ഷോറൂം വേറെ അവിടെ ഉണ്ട്. ഓക്കെ. ആദ്യം ഇവിടെ പ്രീമിയം ആയിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രീമിയം സെഗ്മെന്റ് ആയിരുന്നു. ഓക്കെ. എന്തായാലും ഏതൊക്കെ ബഡ്ജറ്റിലുണ്ട് നമുക്കിപ്പോൾ ഒരു സെഡാൻ സെഗ്മെന്റ്, ഒരു കോമ്പാക്ട് SUV എല്ലാ സെഗ്മെന്റ്, ഹാഷ്ബാക്ക് എല്ലാം വരും. ഓക്കെ. എന്തായാലും അടിപൊളി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതൊന്ന് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ, വാഹനങ്ങളുടെ പുതിയ അപ്ഡേറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വാട്സപ്പ് ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ആദ്യം നമുക്കൊരു ഹ്യുണ്ടൈ വെർണയിൽ സ്റ്റാർട്ട് ചെയ്യാം. KL 33 രജിസ്ട്രേഷനുള്ള ഒരു ബ്ലാക്ക് വെർണയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഷേപ്പിൻ്റെ മുന്നത്തെ ഷേപ്പാണ്. അതെ അല്ലേ? പറഞ്ഞോളൂ. വണ്ടി 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്. ആകെ ഓടിയേക്കുന്നത് 65,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. 65,000. അതെ. പെട്രോൾ മാനുവൽ 1.6 പെട്രോൾ മാനുവലാണ്. 65,000 കിലോമീറ്റർ ഓടി. 20 മോഡൽ, 21 രജിസ്ട്രേഷനാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം വലിയ കാര്യമായിട്ടുള്ള മേജർ ക്ലെയിംസോ കാര്യങ്ങളൊന്നുമില്ല. ഏതാ ഓപ്ഷൻ? ഏതാ ഇത് SX ആണ് വരിക. സൺറൂഫും കാര്യങ്ങളൊക്കെ വരും. പിന്നെ മേലെ വീണ്ടും ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷനിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഏറ്റവും ടോപ്പ് എൻഡാണ്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതിലിപ്പോൾ വയർലെസ് ചാർജറും, ഇതിൽ വയർലെസ് ചാർജിങ്, ഡ്യുവൽ എയർ ബാഗ്സ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അലോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ബാക്കി കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 65,000 ഫുൾ കമ്പനി സർവീസ് ആണോ? ഫുൾ കമ്പനി സർവീസാണ്. ലാസ്റ്റ് ഇപ്പോൾ ഒരു 1000 കിലോമീറ്റർ മുന്നേ ലാസ്റ്റ് സർവീസും ചെയ്തിട്ടുണ്ട് വണ്ടി. ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ. അപ്പോൾ 20 മോഡൽ, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം തന്നെ അല്ലേ? അതെ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന വില 8,95. 8,95,000 ആസ്കിംഗ് ആണ്. അതെ. കുറച്ച് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പോൾ 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, 65,000 കിലോമീറ്റർ, പെട്രോൾ SX വെർണ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 8 lakhs ലോൺ വരും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90% ലോണും ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഏകദേശം അത്ര തന്നെ ലോൺ കയറുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സർവീസ് ചെയ്യാനായോ അല്ലെങ്കിൽ എഴുതി ചെയ്താൽ മതി? ഇല്ല, ഇതിനിപ്പോൾ 1 ഇയർ സർവീസ്, ഇനി 1 ഇയർ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. റീസെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സ്കോഡയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സെഡാൻ വാഹനമാണ് സ്ലാവിയ KL 7 എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി. അതെ. എങ്ങനെ ഡീറ്റെയിൽ? വണ്ടി 2022 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. വണ്ടി ആകെ ഓടിയേക്കുന്നത് 21,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. 21,000. അതെ. 1 ലിറ്റർ അംബിഷൻ. പെട്രോൾ ഓട്ടോമാറ്റിക്. 2 വർഷമാണ് കറക്റ്റ്. 2 വർഷം കൊണ്ടാണ് 24,000 അല്ലേ? അതെ. ഓക്കെ. 1 ലിറ്റർ ഓട്ടോമാറ്റിക്. ഓക്കെ. ആംബിഷനാണ് ഓപ്ഷൻ വരുന്നത്. സ്കോഡ ഇതിന് വാറണ്ടി എത്ര കൊടുക്കുന്നത് വണ്ടിക്ക്? സ്കോഡ 3 ഇയേഴ്സ് കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട്. 3 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത വർഷം 4 മാസം വരെ വാറണ്ടി. അണ്ടർ വാറണ്ടിയുള്ള വാഹനമാണ്. അതെ. ഓക്കെ. പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇതിനൊക്കെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ എത്ര വരും? പെട്രോൾ എഞ്ചിന് പൊതുവെ മെയിൻ്റനൻസ് കുറവാണ്. ഏകദേശം ഒരു ഇയർലി വരുന്നത് ഒരു 10 to 15 ഉള്ളിലായിരിക്കും സർവീസ് കോസ്റ്റ് വരുന്നത്. ഡിപ്പെൻസ് ആണ്. ബാക്കി പാർട്സ് എന്തൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോസ്റ്റ് കൂടും. ജനറൽ സർവീസിൻ്റെ കാര്യം മാത്രമാണ് കമ്പനി ചെയ്യുമ്പോൾ അത്രയും കോസ്റ്റ് വരും. ഓക്കെ. ഫോക്സ് വാഗണിൻ്റെ വിട്രസ് എടുക്കുന്നവർക്കും അറിയാവുന്ന ഒരു മോഡലാണ്, നോക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ പറയൂ, എത്രയും പാസ് ചെയ്യുന്നത്? നമ്മൾ ചോദിക്കുന്ന വില 13,75,000 രൂപ. 13.25 ലക്ഷം. അതെ. ഓക്കെ. 2022 ഇനിയും 1 ഇയർ വാറണ്ടി, കമ്പനി വാറണ്ടി ബാക്കിയുള്ള സ്കോഡ സ്ലാവിയ ആംബിഷൻ 1 ലിറ്റർ ഓട്ടോമാറ്റിക് വാഹനമാണ്.
ഇതിന് ആവറേജ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഇത് ആവറേജ് സിറ്റി ഡ്രൈവിൽ ഒരു 13 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്നുണ്ട്. പുറത്ത് ഹൈവേയിൽ ഒരു 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസം കൂടെ കൂടുതൽ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ നോർമൽ ഹാഷ് ബാക്ക് കാർ ഓടിക്കുന്ന അതേ ഫീൽ മൈലേജ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു 12.5 ലക്ഷമൊക്കെ ലോൺ കയറും. നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ആദ്യത്തെ 3 സെഡാൻ തന്നെയാണ് ഇത്. ഹോണ്ട സിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ KL 25 പുനലൂർ രജിസ്ട്രേഷൻ അല്ല? അതെ, പറഞ്ഞോളൂ. വണ്ടി 2022 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. വണ്ടി ആകെ ഓടിയേക്കുന്നത് 23,000 കിലോമീറ്റർ മാത്രം. ഇത് ഏത് ഓപ്ഷൻ? ഇത് VX സൺറൂഫ് വരുന്ന മോഡലാണ്. VX ആണ്. ഇതിൻ്റെ മുകളിൽ ZX ഉണ്ട്. VX ZX ആയിട്ട് എന്താ കാര്യമായിട്ട് വ്യത്യാസം എന്താ വരുന്നത്? ലോയിസിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം, മാറ്റങ്ങളുണ്ടാവും. സൈസിലും ചെറിയ മാറ്റം ഉണ്ടാവും. അതെ, പിന്നെ അകത്ത് ലെതർ സീറ്റിൽ വരുന്ന വ്യത്യാസം, ഓക്കെ, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പാണ്. അതെ. ഹോണ്ട എത്രയാണ് വാറണ്ടി കൊടുക്കുന്നത്? ഇത് 3 ഇയേഴ്സ് തന്നെയാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. 25 വരെ ഉണ്ടാവും അല്ലേ? അപ്പോൾ 8-ാം മാസമാണ്. അതെ, 2025 8-ാം മാസം വരെ വാറണ്ടി ലഭിക്കുന്ന കമ്പനി വാറണ്ടിയുള്ള വാഹനമാണ്. പിന്നെ വാറണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വാഹനത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അല്ല, എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള എറേഴ്സ് എന്ത് വന്നു കഴിഞ്ഞാലും ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്ന വില 13,45,000 രൂപ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം. ഓട്ടോമാറ്റിക്? അതെ. CVT അല്ലേ വരിക? CVT ആണ് വരുന്നത്. CVT ട്രാൻസ്മിഷൻ, പെട്രോൾ ഓട്ടോമാറ്റിക് സിറ്റിയാണ്. 2022 മോഡൽ VX സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഓക്കെ, ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12.5 വരെയൊക്കെ ലോൺ നമുക്ക് ഇത് വണ്ടി നമുക്ക് അപ്പ് ഒരു 90-95% വരെ ലോണും ചെയ്തു. 95 വരെ കിട്ടാൻ ചെയ്തു അല്ലേ? ഓക്കെ, മാക്സിമം കയറുന്നുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. മൈലേജ് ഒരു 12 മുതൽ 15 ഉള്ളിലായിട്ട് കണ്ടാൽ മതി. അതെ, CVT ആയതുകൊണ്ട് അത്രയും കണ്ടാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു കോമ്പാക്ട് SUV വന്നു. ഇവിടെ തന്നെയാണ്, എറണാകുളം ജില്ലയാണ്. KL 7 രജിസ്ട്രേഷൻ, ഹ്യുണ്ടായി ക്രെറ്റ. പറഞ്ഞോളൂ. 2018 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 69,000 കിലോമീറ്റർ, പെട്രോൾ ഓട്ടോമാറ്റിക്, 80 ഗിയർ ബോക്സ്, പെട്രോൾ ഓട്ടോമാറ്റിക്. SX ആണ് വേരിയൻറ്റ്. SX ആണ്. സൺറൂഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അന്നത്തേൽ. ഓക്കെ, അലോയ്സും കാര്യങ്ങളെല്ലാം വരും. ടയേഴ്സും അത്യാവശ്യം നല്ല ടയേഴ്സാണ്. അതെ, വലിയൊരു ഓട്ടോ ഇല്ല. 2018 എന്ന് പറയുമ്പോൾ 5 വർഷം അല്ലേ? 5 വർഷം 6 വർഷം ആവാനായിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ആ ഒരു നോർമൽ ഓട്ടേ പോയിട്ടുള്ളൂ. എന്തെങ്കിലും മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ബമ്പർ കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ പെയിന്റിങ് വർക്ക് കാര്യങ്ങൾ, അല്ലാതെ മേജർ ആക്സിഡൻസോ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. മേജറായിട്ടുള്ള എന്ന് പറയുന്നത് ഈ അപ്രോണ് കൂട്ടുക, ചേസ് കൂട്ടുക, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ പറയുന്നത് മേജർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ചെറിയ ഈ റീപ്ലേസ്മെൻറ്റൊക്കെ നോർമൽ വണ്ടികളിൽ നടക്കുന്നതാണ്. അതിനെക്കൊണ്ട് വണ്ടിക്ക് വേറെ ബാധിക്കുന്ന വിഷയമൊന്നുമില്ല. ഒരു ബമ്പർ മറന്നുകൊണ്ടോ ഒന്നും വിഷയമില്ല. അപ്പോൾ വണ്ടിയെ സാരമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ നോക്കുന്നതാണ്. അതാണ് മേജർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് മേജർ ഇല്ല, പക്ഷേ ബമ്പർ ഉണ്ടെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും അതെന്താ റീപ്ലേസ് അല്ലേന്ന്. അപ്പോൾ വണ്ടിയെ ബാധിക്കാത്തൊരു വിഷയമുണ്ട് എടുത്ത് പറഞ്ഞുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കുക? ഇത് നമ്മൾ ചോദിക്കുന്ന വില 9,45,000 രൂപ. 9,45. ഓക്കെ, 2018 SX 69,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റ സ്വന്തമാക്കാം. ഓക്കെ, ഒരു 8-8.5 ലോൺ കിട്ടും. ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, മൈലേജ് നല്ല കുറവായിരിക്കും. 10 മുതൽ 13 വരെയൊക്കെ കണ്ടാൽ മതി. മാക്സിമം അത്ര കണ്ടാൽ മതി. അടുത്തും കോമ്പാക്ട് SUV തന്നെയാണ്. അതും ഹ്യുണ്ടായിയുടെ വാഹനം തന്നെ. വെന്യൂ ആണ്. KL 39 രജിസ്ട്രേഷൻ വരുന്നത്. പറഞ്ഞോളൂ അതിൻ്റെ ഡീറ്റെയിൽ. വണ്ടി 2021 മോഡൽ, 22 രജിസ്ട്രേഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ കണ്ട വണ്ടികളെല്ലാം അങ്ങനെയാണല്ലോ, ആ റേഞ്ചിലാണ് വരുന്നത്. 22 ഇതാണ് വരുന്നത് മോഡൽ രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പാണ്. വണ്ടി ആകെ 35,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. 1 ലിറ്റർ പെട്രോൾ മാനുവൽ, ടർബോ എഞ്ചിനാണ് വരുന്നത്. SX ആണ് വേരിയന്റ് വരുന്നത്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടി. ഓക്കെ, അത്രയേ ഉള്ളൂ. നല്ല പവർ ഉണ്ടാവും വണ്ടിക്ക് 1 ലിറ്ററിൽ. പിന്നെ മൈലേജും ഉണ്ടാവും അത്യാവശ്യം. 16-17 അടുപ്പിച്ച് മൈലേജ് കിട്ടും 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ഇതിനും 25 വരെ വാറണ്ടി ഉണ്ടല്ലോ. ഇത് അണ്ടർ വാറണ്ടി തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കമ്പനി വാറണ്ടി വാഹനം. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വാഹനമാണ്. വേറെ ക്ലെയിംസ് ഒന്നും ഇല്ല. വേറെ ക്ലെയിംസോ കാര്യങ്ങളാണ്. ഓക്കെ, എത്രയും പാസ് ചെയ്യുന്നത്? നമ്മൾ 8,65 ചോദിക്കുന്ന വില. ഓക്കെ, SX വെന്യൂ 8,65,000 2022 രജിസ്ട്രേഷൻ. അതായത് 21 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. പെട്രോൾ ടർബോ മാനുവലാണ്. ഓക്കെ, ലോണും കൂടെ പറഞ്ഞോളൂ. ആ ലോൺ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 90-95% വരെ ഒരു 5 ഇയേഴ്സിലേക്ക് നമുക്ക് ടെന്നറും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാം വാറണ്ടി കിടക്കുന്ന വാഹനമാണ്. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങില്ല. കമ്പനിയിൽ നിന്ന് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ടാറ്റ ഹാരിയർ KL 31 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പറയുള്ളൂ.
വണ്ടി 2020 മോഡൽ. ഓക്കെ. ഡീസൽ മാനുവൽ XZ എന്നുള്ളൊരു വേരിയൻ്റ് ആണ്. പ്ലസിൻ്റെ തൊട്ട് താഴെ വരുന്ന മോഡൽ. അതെ. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സൺറൂഫ് ഉണ്ടാവില്ല എന്നുള്ളൊരു കൺസേൺ മാത്രമേ ഉള്ളൂ. ഓക്കെ. എയർ ബാഗ് 6-8 വരുന്നില്ല? അതെ. വണ്ടി അത്യാവശ്യം ഫുള്ളി ലോഡഡ് ആണ്. വേറെ മേജർ ക്ലെയിംസ് അങ്ങനത്തെ ആക്സിഡൻസ് റിപ്പോർട്ടഡ് കാര്യങ്ങൾ ഒന്നും വണ്ടിയിലില്ല. നീറ്റാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ 4 വർഷമായി. 3 മാസമാണ്, 17 മാസമാണ്. കറക്റ്റ് 4 വർഷമായി വണ്ടി ആകെ 29,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. ഡീസൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു വണ്ടിയിൽ ഡീസൽ കമ്പയർ ചെയ്യുമ്പോൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. സെക്കൻഡ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ. ഒരു ക്ലെയിമോ ഒന്നുമില്ലല്ലോ? ഇല്ല, നീറ്റ് വണ്ടിയാണ്. മാനുവൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല? അത്യാവശ്യം മൈലേജ് ഒരു 14 മുതൽ 16 വരെ ആ ഒരു റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ട്. ഇത്രയും സേഫ്റ്റിയും അതേപോലെ തന്നെ ഇത്രയും വലുപ്പമുള്ളൊരു വാഹനമാണ്, അതിൽ ഇത്രയും മൈലേജും കിട്ടുന്നുണ്ട്. ഓക്കെ. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്ന വാഹനം. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ്. അതെ, നമ്മുടെ റീൽസിനും കാര്യങ്ങളിലൊക്കെ കാണാറുണ്ടല്ലേ ഹരിയർ. ഓക്കെ. അപ്പോൾ പ്രൈസിങ് എങ്ങനെയാണ്? ഇത് നമ്മൾ ചോദിക്കുന്ന വില 13,90,000 രൂപ. 13,90,000 XZ ഡീസൽ മാനുവൽ ഹാരിയർ ആണ്. 2020 വാഹനം. ഓക്കെ. ഒരു 12-12.5 കാര്യമില്ല ലോൺ? അത് തീർച്ചയായും ചെയ്ത് കൊടുക്കാം, മാക്സിമം കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. സർവീസൊക്കെ ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്? ലാസ്റ്റ് സർവീസ് കഴിഞ്ഞേക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, എടുക്കുന്ന വണ്ടി ഇപ്പോൾ അടുത്തൊന്നും ചെയ്യാനില്ല. ആ ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് 10,000 അല്ലെങ്കിൽ 1 ഇയറിൽ ഇനി അടുത്ത സർവീസ് ചെയ്താൽ മതി. ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ കണ്ടതിൽ ഏറ്റവും വില കൂടിയൊരു വാഹനം ഇതുവരെ കണ്ടതിൽ ഹുണ്ടായുടെ ട്യൂസനാണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? വണ്ടി 2018 മോഡൽ. വണ്ടി ആകെ ഓടിയേക്കുന്നത് 46,000 കിലോമീറ്റർ. GL എന്നുള്ളൊരു വേരിയൻ്റ് ആണ്. GL. അതെ, ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് 2 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. നമ്മുടെ ജീപ്പ് കോമ്പസ് ഹാരിയർ ആ ഒരു ലെവലൊക്കെ വരുന്ന വാഹനമാണ്. ഹ്യുണ്ടായുടെ തന്നെ ഒരു പ്രീമിയം കാറ്റഗറി സെഗ്മെന്റിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു 40-45 ലക്ഷം രൂപ. ഇപ്പോൾ പുതിയ വണ്ടിക്ക് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 40 above lakhs നമുക്ക് കൊടുത്താലാണ് ഒരു ട്യൂസൺ നമുക്ക് ഇറക്കാം. അന്ന് ഇതിന് തന്നെ ഏകദേശം ഇല്ല, ഒരു 35 above വണ്ടിക്ക് വരുന്നുണ്ട്. 35 വരുന്നത്. സോറി, ഞാൻ 45 പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അത്രയും വില വരുന്നൊരു വാഹനമാണ്. അതെ, സെക്കൻഡ് ഓണർഷിപ്പാണ് വാഹനം വരുന്നത്. നമ്മളിവിടെ ചോദിക്കുന്ന വില 17,75,000 രൂപ. 17.25 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വില വരുന്നൊരു വാഹനം, ലോ കിലോമീറ്റർ വാഹനം നിങ്ങൾക്ക് ഇവിടെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. ആവറേജ് ഒരു മൈലേജ് ഇത് ഒരു 12 മുതൽ ഇതിന് ഏകദേശം അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 16 കിലോമീറ്ററോട് മേലെ മൈലേജ് കിട്ടുന്നുണ്ടല്ലോ. ഡീസൽ ഓട്ടോമാറ്റിക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം പാതി വിലയിലേക്ക് വന്നു വണ്ടി. പഴയ ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ഇത്രയും വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോക്കാം. നല്ല അടിപൊളി ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അത് ഡ്രൈവ് ചെയ്ത് തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു എക്കോസ്പോർട്ട് വന്നു. KL48 വടക്കാഞ്ചേരി രജിസ്ട്രേഷനുള്ള ഫോർഡ് എക്കോസ്പോർട്ട്. ഇത് ഡീസൽ എക്കോസ്പോർട്ടാണ്. എങ്ങനെ ഡീസൽ മാനുവൽ 2016 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. വണ്ടി ആകെ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 73,000 മാത്രമേ. ടൈറ്റാനിയാണ് വണ്ടി വരുന്നത്. ഓക്കെ. ലിറ്ററിന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജ് കിട്ടും. മാനുവലാണ്. 2016 മോഡലാണ്. വലിയൊരു ഓട്ടം പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ 1 lakhിന്റെ മേലെയൊക്കെ നമ്മൾ കാണാറുള്ളത് അങ്ങനത്തെ വണ്ടികൾ. തീരെ ഓട്ടം കുറവാണ്. ടൈറ്റാനിയാണ് അല്ലേ? ഇത് ടൈറ്റാനിയാണ്. ഇതിന്റെ മേലെ പ്ലസ് ടൈറ്റാനിയം പ്ലസും കൂടെ വരുന്നുണ്ട്. ഓക്കെ. അതിന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരും. എയർ ബാഗിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം ഉണ്ടാവും. എത്ര കൊടുക്കാൻ വരും നമുക്കിതൊരു 6 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 6,50,000 ആസ്കിംഗ് ആണ്. ആസ്കിംഗ് ആണ്. റേറ്റ് എന്തായാലും നെഗോഷ്യബിൾ ചെറിയ നെഗോസിയേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. 6,50,000 2016 ഡീസൽ ടൈറ്റാനിയം പ്ലസ് ലോ കിലോമീറ്റർ ഒരു ഡീസൽ കോമ്പാക്ട് SUV സ്വന്തമാക്കാം. ലോൺ ഒരു 5-5.5 കിട്ടും. 5 രൂപ അടുപ്പിച്ച് ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ഹ്യുണ്ടൈ വെർണ വന്നു. KL40 പെരുമ്പാവൂർ. പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. പഴയ ഷേപ്പാണ്. 2015 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. വെറും 39,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോളാ? പെട്രോൾ ഓട്ടോമാറ്റിക്. വളരെ ലോക്കൽ സർവീസാണ്. ഫുൾ കമ്പനി സർവീസ്, ഷോറൂം സർവീസ് തന്നെ. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് S ഓപ്ഷനിലാണ് വരുന്നത് വണ്ടി. S ഓപ്ഷണൽ. ഓക്കെ. അപ്പോൾ ഒരു പെട്രോൾ വാഹനമാണ്. ഓട്ടോമാറ്റിക് വെർണ 1.6 തന്നെയാണ്. 1.6 തന്നെയാണ്. ഓക്കെ. മൈലേജ് ഷോർട്ട് ആയിരിക്കും, പക്ഷേ ഡ്രൈവിംഗ് കംഫർട്ടും അതിൻ്റെ ഒരു ഫീലും എല്ലാം വ്യത്യാസം. അത് മാത്രമല്ല എന്താ പറയുക, വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 39,000 കിലോമീറ്റർ മാത്രം. ഓക്കെ. ഓക്കെ, പറഞ്ഞോളൂ. പ്രൈസിങ് എങ്ങനെയാണ്? ഇത് നമ്മൾ ചോദിക്കുന്ന വില 5,95,000 രൂപ മാത്രം. 5,95,000 അല്ലേ? അതെ. ഓക്കെ. ഓക്കെ. എന്തായാലും ഈ പറയുന്ന വില എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിലകൾ തന്നെയാണ്. അതെ, തീർച്ചയായും. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറുമല്ലേ? ലോൺ നമുക്കൊരു 5 ഇയേഴ്സിലേക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 85 to 90% നമുക്ക് ഈ വണ്ടിക്ക് അത്രയും കിട്ടും. ചെയ്ത് കൊടുക്കാം. ഈ ഒരു വർഷം അത് നമുക്ക് ബാങ്കിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ.
ഓക്കെ, എന്തായാലും ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് സെഡാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ്. അതെ, തീർച്ചയായും. അടുത്ത വണ്ടിയിലേക്ക് Volkswagen Polo KL39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷനാണ്. GT ആണോ? അതെ, GT ആണല്ലേ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡല്, 31,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. GT TSI ഓട്ടോമാറ്റിക് ആണ്, 1.2 ലിറ്റർ. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഓക്കെ, വണ്ടി DSG ഗിയർ ബോക്സിന്റെ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇപ്പം കുറച്ച് കൂടിയ വാഹനങ്ങളിലേ ഉള്ളൂ. അതെ, അപ്പോൾ ഇതെടുത്താൽ ആ ഒരു ഫീൽ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിക്ക് ഇത്രയും മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് തന്നെ. തീർച്ചയായും. ഹൈലൈനാ? ഇത് ഹൈലൈനാണ് വരുന്നത്. GT ഹൈലൈൻ മാത്രമേ ഉള്ളൂ. അതെ, അല്ലേ? ഓക്കെ, ഹൈലൈൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, നീറ്റ് വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കുക ഇത് നമ്മൾ ചോദിക്കുന്ന വില 865. 2017 GT ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 8,65,000 രൂപ ആസ്കിങ്. ഓക്കെ, ഒരു 10 മുതൽ 12-13 വരെയൊക്കെ മൈലേജ് അത്രയും കണ്ടാൽ മതി. എത്രയാണ് ലോണ് കയറോ? ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8 ലക്ഷം അടുപ്പിച്ച് വരെ ലോണും ചെയ്ത് കൊടുക്കുക, ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ലോ കിലോമീറ്റർ നല്ലൊരു നീറ്റ് ക്ലീൻ GT ആണ്. താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഓക്കെ, അടുത്ത വണ്ടി നിൽക്കുക. അടുത്തൊരു ബലെനോ KL7 എറണാകുളം വണ്ടി തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പാണ്. വണ്ടി ആകെ 75,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. 75,000 ഓടി. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ആൽഫയാണ് വണ്ടി വരുന്നത്. ഓക്കെ, വേറെ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോളല്ലേ? പെട്രോൾ മാനുവൽ. ഓക്കെ, അത്യാവശ്യം ഒരു 15 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടും. എന്തായാലും സിറ്റി ഡ്രൈവിൽ 15 മേലെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ് 75,000 2017 മോഡൽ ആൽഫ. ഓക്കെ, എത്രയാണ് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്ന വില 5,85,000 രൂപ. 5,85,000. 2017 ആണ് വാഹനം. ആൽഫയാണ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ടോപ്പൻ മോഡലാണ്. KL7 ആണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. അതെ. ഓക്കെ, ഫുൾ സർവീസ് ഹിസ്റ്ററി എല്ലാം? സർവീസ് ഹിസ്റ്ററി ലാസ്റ്റ് 73 വരെ കമ്പനി സർവീസും ഉണ്ട് വണ്ടി. ഓക്കെ, ഇപ്പോൾ 2000 കിലോമീറ്റർ റീസെന്റ് ഒരു സർവീസ് കഴിഞ്ഞിട്ട് ഒരു 1000 കിലോമീറ്റേഴ്സ് അടുത്ത വണ്ടി ഓടിയിട്ടുള്ളൂ. 2000 അടുത്ത് 75 പറഞ്ഞത്? 75. ഓക്കെ, 73,000 സർവീസ് കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്തൊരു 8000 കിലോമീറ്റർ ഓടിയിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി വെക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അതെ. ഓക്കെ, അപ്പോൾ ലോൺ മാക്സിമം കയറുള്ള ലോൺ മാക്സിമം ലോണും നമുക്ക് ചെയ്തു 5 lakhs 5 lakhs അടുപ്പിച്ച് വരെ ലോണും ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റില്ല. 5 ഇയേഴ്സിലോട്ട് നമുക്ക് ടെൻഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീണ്ടും ഒരു ന്യൂ ഷേപ്പ് ട്യൂസൺ വന്നിരിക്കുകയാണ്. ഹ്യുണ്ടാ ട്യൂസൺ KL7 എറണാകുളം വണ്ടി തന്നെയാണ്. പറഞ്ഞോളൂ. വണ്ടി 2022 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ ആണ്. ആകെ 19,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. 2 വർഷം. 2 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. ഏറ്റവും ടോപ്പ് മോഡൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന വേരിയന്റിലാണ് വണ്ടി ഇറങ്ങുന്നത്. ഓക്കെ, സീറോ റീപ്ലേസ്മെന്റ്, സീറോ ക്ലെയിം, വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. വാറണ്ടി എത്ര വരെ ഉണ്ട്? ഇത് 3 ഇയേഴ്സ് അണ്ടർ വാറണ്ടിയിലുമാണ് വണ്ടി നിൽക്കുന്നത്. 2025 വരെ വാറണ്ടി ഉണ്ട്, അണ്ടർ വാറണ്ടിയിലാണ്. ഓക്കെ, ഇനിയും ഒരു വർഷത്തേക്ക് വാറണ്ടി ഉണ്ട്. അതെ. ഓക്കെ, ഒരു ക്ലെയിമില്ല, ഒന്നുമില്ല. നീറ്റ് വണ്ടി, വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്ന വില 33 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇതിനിപ്പോൾ പുതിയതിപ്പോൾ 45 അബോ വണ്ടിക്ക് റേറ്റ് വരുന്നുണ്ട്. വരുന്നുണ്ട്. അതെ. ഓക്കെ, 33 ലക്ഷം ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു ട്യൂസൺ നിങ്ങൾ നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊരു പ്രിഫറൻസ് ആക്കി വെക്കാം. തീർച്ചയായിട്ടും അത് നോക്കാം. എന്തായാലും ഒരു 30 lakhs ഒക്കെ ലോൺ വരും. അപ് ടു 30 lakhs വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യാം. എറണാകുളത്തൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടി. ഇവിടുത്തെ കുറേ മുന്നേ നമ്മൾ ചെയ്തതാണ്. ഹെയിൻസ് മോട്ടോഴ്സ് വളരെ മുമ്പെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ബാക്കി ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ലോണിൻ്റെ വിളിച്ചാൽ മതി. നമ്മൾ ബാലൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു തരാം. ഫോണിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ഇങ്ങോട്ടേക്ക് നേരിട്ട് വന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാം ഇപ്പോൾ വാട്സപ്പ് ത്രൂ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് നമുക്ക് ഓൺലൈൻ, അതായത് അപ്രൂവൽ സ്റ്റേജ് വരെ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാം ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിലുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. മറന്നുകൊണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. നിങ്ങളുടെ സബ്സ്ക്രൈബ് അത് വിട്ടുപോകരുത്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. വളരെ നന്ദി. താങ്ക്സ്. ഓക്കെ, ബൈ.